ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മൾ ഒരുപാട് നാളായില്ലേ ഒരു ലോങ് ഫോർമാറ്റ് വീഡിയോ കണ്ടിട്ട്. അപ്പോൾ ഇന്ന് കുറച്ച് അമ്പല വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്നൊരു നല്ല ഞായറാഴ്ചയായിരുന്നു. ഞാനും അയ്യപ്പനും കൂടി കുറച്ച് അമ്പലങ്ങളിലൊക്കെ ഒന്ന് പോയി. എനിക്ക് ഈ അമ്പലങ്ങളും അതിൻ്റെ ചുറ്റുവട്ടവും അതിൻ്റെ കഥകളും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസിലധികവും അമ്പലവുമായി ബന്ധപ്പെട്ടതും അതിൻ്റെ ഉത്സവങ്ങളും ചരിത്രവും കഥകളും ഒക്കെ ആവും. നിങ്ങൾക്കും അതൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ കൂടെ കൂടിക്കോളൂ, നമുക്ക് സുഹൃത്തുക്കളാവാം. ഞാനിന്ന് മാവേലിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് വന്നിരിക്കുന്നത്. വരുന്ന വഴി മാവേലിക്കര ഗണപതി അമ്പലത്തിലും കയറിയിരുന്നു. മാവേലിക്കരയുമായി കുട്ടിക്കാലം തൊട്ട് തന്നെ വളരെ അടുത്ത ബന്ധമുണ്ട്. പക്ഷേ ശ്രീകൃഷ്ണസ്വാമിയെ ഇന്ന് ആദ്യമായിട്ടാണ് നേരിൽ കാണാൻ പോകുന്നത്. ഭഗവാനെ പല രൂപത്തിലും ഭാവത്തിലും നമ്മൾ പല അമ്പലങ്ങളിലും കാണുമല്ലോ. ഇവിടെ ഇരുകൈകളും വെണ്ണയ്ക്ക് വേണ്ടി മുന്നിലേക്ക് നീട്ടി നിൽക്കുന്ന കുഞ്ഞി കൃഷ്ണനാണ് നവനീത കൃഷ്ണൻ. നേരിട്ട് കണ്ട ആ നിമിഷം ഉണ്ടല്ലോ, ആ ഒരു മാത്ര ഞാൻ വെണ്ണ പോലെ ഉരുകിപ്പോയി എന്ന് പറയാം. ഒരുപാട് കാലതാമസം എടുത്തു ഞാൻ ഇവിടേക്കൊന്ന് വരാൻ വേണ്ടിയിട്ട്. വന്ന് ഭഗവാനെ കണ്ട ഒരു നിമിഷം എനിക്കുണ്ടായ അനുഭവം എന്താണെന്ന് എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ അറിയില്ല. ഞാൻ ഈ പറയുന്നതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നവരുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. 1300 വർഷം പഴക്കമുള്ള ക്ഷേത്രമാണിത്. ഈ കാണുന്നത് ഇവിടുത്തെ ഒരു ദീപസ്തംഭത്തിൻ്റെ ചുവട് ഭാഗമാണ്. അതിൻ്റെ 4 മൂലയിലായിട്ട് ഇത്തരം ഭടന്മാർ നിൽക്കുന്നു. ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഒരു അത്ഭുതം തോന്നി. ഇത് ഇംഗ്ലീഷുകാരോ മറ്റോ ആണല്ലോ എന്ന് തോന്നിയിട്ട് ഞാൻ അതിനെക്കുറിച്ച് ചെറിയ ഒരു അന്വേഷണം നടത്തി. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത് ഡച്ച് ഭടന്മാരാണ്. ഈ ഡച്ചുകാർ മാർത്താണ്ഡവർമ്മ മഹാരാജാവിനോട്, അതായത് തിരുവിതാംകൂർ ഭരിച്ചിരുന്ന മാർത്താണ്ഡവർമ്മ മഹാരാജാവിനോട് ഒരു യുദ്ധത്തിൽ പരാജയപ്പെട്ടിരുന്നു. ആ യുദ്ധം കുളച്ചിൽ യുദ്ധം എന്നാണ് അറിയപ്പെടുന്നത്. ആ ഒരു പരാജയത്തിന് ശേഷം ഡച്ചു പട ഈ മാവേലിക്കരയിൽ വെച്ച് മാർത്താണ്ഡവർമ്മ മഹാരാജാവുമായിട്ടൊരു ഉടമ്പടിയിൽ ഏർപ്പെട്ടിരുന്നു. ഇത്തരത്തിലുള്ള ഒരു ചരിത്ര സംഭവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ ഒരു ദീപസ്തംഭം ക്ഷേത്രത്തിന് മുന്നിൽ സ്ഥാപിക്കപ്പെട്ടത്. ഇത്തരത്തിലുള്ള ചരിത്രങ്ങളും കഥകളും ഒക്കെ മാവേലിക്കര ക്ഷേത്രത്തെ സംബന്ധിക്കുന്നത് ധാരാളമുണ്ട്. അവിടുന്ന് തൊഴുതു പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഒരു സരസ്വതി ക്ഷേത്രമുണ്ട്. പിന്നെ തമിഴ് ബ്രാഹ്മണ സമൂഹത്തിൻ്റെ അധീനതയിലുള്ള ഒരു അയ്യപ്പ ക്ഷേത്രമുണ്ട്. അവിടെ എല്ലാം തൊഴുതു കഴിയുമ്പോൾ ഇത്തരത്തിലൊരു ആനയുടെ പ്രതിമ കാണും. മാവേലിക്കര ഉണ്ണികൃഷ്ണനാണിത്. മുൻപ് ഇവിടെ ഉണ്ടായിരുന്ന ആനയാണ്. ഭയങ്കര ഭംഗിയിലാണ് ഇത് ചെയ്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടം വരെ വന്നില്ലേ, ഇനിയിപ്പോൾ ചെട്ടികുളങ്ങര അമ്മയെ കൂടി കാണാതെ എങ്ങനെയാണ് മടങ്ങി പോവുക? അങ്ങനെ ഞങ്ങൾ ചെട്ടികുളങ്ങരയിൽ എത്തി. ചെട്ടികുളങ്ങര അമ്മയെ കയറി കണ്ടു, തൊഴുതു. നല്ല ഭംഗിയായിട്ട് തൊഴാൻ പറ്റി കേട്ടോ. അങ്ങനെ ഞാനും അയ്യപ്പനും കൂടെ അവിടെ എല്ലാം ഒന്ന് കറങ്ങി നടന്നു. കുറച്ച് വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തു. എത്ര ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലും മതിയാവാത്തൊരു സ്ഥലമാണ് ഈ ചെട്ടികുളങ്ങര. ഈ ഒരു ദിവസം എൻ്റെ ജീവിതത്തിലെ ഭംഗിയുള്ള ദിവസങ്ങളിൽ ഒന്നായിരുന്നു. ഞാനും അയ്യപ്പനും കൂടി സ്പെൻഡ് ചെയ്യുന്ന സമയമെല്ലാം എനിക്ക് അടിപൊളിയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയും ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ ഒരു ഡയറിക്കുറിപ്പ് പോലെ ഇവിടെ ചേർക്കുന്നു. കുറേ സമയമായി ഇങ്ങനെ കറങ്ങി നടന്നിട്ട് ഞങ്ങൾ രണ്ടാളും കുറച്ച് ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ജ്യൂസ് കുടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ചരിത്രവും ഐതിഹ്യങ്ങളും കഥകളും ഒക്കെയും പേറി നിൽക്കുന്ന നമ്മുടെ അമ്പലങ്ങൾ ഇടയ്ക്കിടെ എല്ലാവരും വിസിറ്റ് ചെയ്യണം. എന്നിട്ട് എല്ലാവരിലേക്കും നന്മ മാത്രം നിറയ്ക്കണം. എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും മനസ്സമാധാനവും ആരോഗ്യവും ഉണ്ടാവാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു.